വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്കൂളില് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തതിന് ശേഷം പ്രിൻസിപ്പലിന്റെ റൂമിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തിരുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്രിൻസിപ്പലിന്റെ റൂമിന്റെ വാതിൽക്കൽ കൂടെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കാപ്പി കുടിക്കാനായി പ്രിൻസിപ്പലിന്റെ റൂമിൽ മാഡത്തോടൊന്നിച്ചിരുന്ന ഞാന് ഈ പെൺകുട്ടി 2-3 പ്രാവശ്യം ഈ ഡോറിന് വെളിയിൽ കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലായി. പതിയെ കാപ്പി കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം ഞാൻ ആ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി വീണ്ടും മറ്റേ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ തിരിച്ചു നടക്കാൻ പെൺകുട്ടി ശ്രമം ആരംഭിച്ചെങ്കിലും ഞാൻ വിളിച്ചു, ഹലോ എടോ, നീ വന്നേ ചോദിക്കട്ടെ. അപ്പൊ ഈ പെൺകുട്ടി എൻ്റെ അടുക്കേക്ക് നടന്നു വന്നു. ഞാൻ വെറുതെ ചോദിച്ചു, പേരെന്താ, വീട് എവിടെയാ? അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിച്ചു, തനിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടല്ലോ. ഈ പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, മാഡം ഇപ്പൊ ഇത്രയും നേരം എടുത്ത ക്ലാസ്സില് വിശുദ്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, മാഡം പറഞ്ഞല്ലോ അമ്മമാരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നും പറഞ്ഞല്ലോ. പക്ഷേ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? പെൺകുട്ടിയുടെ ഒരു ചോദ്യമായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. ഞാൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് അടുത്ത റൂമിലേക്ക് പോയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ച പെൺകുട്ടിയോട് ചോദിച്ചു, താൻ എന്താണ് അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്? ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് അമ്മമാര് നമ്മളെ നല്ല വഴിക്ക് നയിക്കും, അപ്പം പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം അമ്മമാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏകദേശം 20 മിനിറ്റോളം ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഈ പെൺകുട്ടി തർക്കുത്തരം പറയുകയാണ്. എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, അമ്മയാണ് കൂടെ ഉള്ളത്. ഈ പെൺകുട്ടിക്ക് ഏകദേശം 13-14 വയസ്സ് പ്രായമുണ്ട്. പെൺകുട്ടി പറയുകയാണ്, അമ്മയെ കാണാൻ വരുന്ന ചില ആൺ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിയോടും വഴിവിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടി തുടർന്നു, അമ്മയ്ക്ക് ഈ വിവരം എല്ലാം അറിയാമായിട്ടും അമ്മ എന്നോട് ചോദിക്കുകയാണ്, പറയുകയാണ്, നിനക്ക് വീട്ടിൽ വരുന്നവരോട് കുറച്ചുകൂടെ സ്നേഹമായിട്ടും തമാശയോടെയും ഒക്കെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്താൽ എന്താണ്? പെൺകുട്ടി വീണ്ടും തുടർന്നു, മതബോധന ക്ലാസ്സുകളിലെല്ലാം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വിശുദ്ധി കാത്തു പരിപാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ, എനിക്കറിയാം, എനിക്കിപ്പോൾ ഇത്ര പ്രായമായപ്പോൾ എനിക്കറിയാൻ സാധിക്കും അമ്മ പോകുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ അല്ല, റോങ് ട്രാക്കിൽ നടക്കുന്നു.
അതും പോരാഞ്ഞ് എന്നെ കൂടെ തെറ്റിന്റെ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്നു. പെൺകുട്ടി തുടർന്നു, എനിക്ക് 9 വയസ്സുള്ള ഒരു അനിയത്തി കൂടെയുണ്ട്. അനിയത്തിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അവൾ അവരുടെ കൂടെ ചിരിക്കുകയും കളിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സിനെ ഇത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അമ്മയോട് പലപ്പോഴും ഞാൻ വഴക്കിടാറുണ്ട്. ഇതൊന്നും അച്ഛൻ്റെ അടുക്കൽ അവതരിപ്പിക്കാനോ മറ്റൊരാളോടൊന്ന് തുറന്ന് സംസാരിക്കാനോ സാധിക്കാതെ എൻ്റെ ഉള്ളു മുഴുവൻ നാടൻ ക്ലാസ് എടുത്ത സമയത്ത് പല വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും എനിക്ക് മാഡത്തോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറ്റുവാണെങ്കിൽ മാഡം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്ന് പറയാമല്ലോ എന്ന് കരുതി റൂമിന്റെ വെളിയിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടി പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ഒന്നുമില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി എന്ന് വരുത്താറാണ് പതിവ്, അല്ലാതെ ബൈബിൾ വായനയോ ഒന്നുമില്ല. എന്നാൽ എൻ്റെ കയ്യിൽ എൻ്റെ ചെറിയ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചപ്പോൾ കിട്ടിയ പഴയ ഒരു ചെറിയ ബൈബിൾ കയ്യിലുണ്ട്. ഇത് ഞാൻ സ്ഥിരം എൻ്റെ ബാഗിൽ, സ്കൂൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ ഏറെ വിലമതിക്കുന്ന, ഏറെ എനിക്ക് ബലം നൽകുന്ന ഒരു ജപമാലയും ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തോട് യാചിക്കുന്നവർക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി പാലിക്കാനുള്ള വഴികൾ ദൈവം എങ്ങനെ തുറന്നു തരുമെന്ന്. ഈ പെൺകുട്ടി വീണ്ടും വൈകുന്നേരം ഫോണിൽ വിളിച്ച് കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി കാത്തു പാലിക്കാൻ അത്ര നല്ല സാഹചര്യമല്ല വീട്ടിൽ എന്ന് മനസ്സിലാക്കുകയും ക്ലാസ് ടീച്ചറിനോട് ഇതിനെപ്പറ്റി വളരെ കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചതിൻ്റെ ഫലമായി ഈ പെൺകുട്ടിയെ കുറേയേറെ പഠിക്കാനുണ്ട് എന്ന പേരിൽ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് 2 വർഷത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. പെൺകുട്ടി ഇപ്പോഴും ഇടയ്ക്ക് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നല്ല ഒരു ജോലിയിൽ വിവാഹമെല്ലാം കഴിഞ്ഞ് വളരെ ആത്മീയതയുള്ള ഒരു വ്യക്തിയായി ഈ പെൺകുട്ടി ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തില് ആ പെൺകുട്ടിയുടെ തന്നെ വാക്കുകളിൽ എനിക്ക് എൻ്റെ ഉള്ളിലെ വിശുദ്ധി കാത്തു പരിപാലിക്കണം എന്ന് ഉള്ളില് തോന്നിച്ചത് ദൈവമാതാവാണ്. വചനം ഞാൻ വായിക്കാറുണ്ടായിരുന്നു, മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. ഏറെ പ്രശ്നങ്ങളിലും കൺഫ്യൂഷനിലും ഒക്കെ പെട്ടിരുന്ന പെൺകുട്ടിക്ക് ദൈവത്തിലുള്ള ആശ്രയത്വം വഴി തുറന്നു കൊടുക്കുന്നത് അത്ഭുതകരമായി കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും ദൈവം ഒരിക്കലും നമ്മെ ആരെയും വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, മറിച്ച് വിശുദ്ധിയിലേക്കാണ്. ചേറ്റിൽ ചെന്താമര എന്നൊക്കെ പറയുന്നത് പോലെ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളിലും കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വിശുദ്ധി കാത്തുപാലിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആഴപ്പെട്ടിരിക്കുന്ന പല കുട്ടികളെയും യുവതി യുവാക്കന്മാരെയും ഞാൻ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാനിത് പറയാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണെങ്കിലും ജീവിത വിശുദ്ധി പാലിക്കപ്പെടാത്തതിൻ്റെ പേരിൽ തകരുന്ന അനേകം കുടുംബ ബന്ധങ്ങളും വിശുദ്ധിക്ക് അല്പം പോലും വില കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യുവത്വങ്ങളെയും ദിവസവും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമുക്ക് വചനം എന്താണ് ഇതേപ്പറ്റി പറയുന്നത് എന്ന് ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയണം. എങ്ങനെയാണ് നാം ഇതേപ്പറ്റി അറിയുന്നത്? വചനവും പ്രാർത്ഥനയുമാണ് നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്.
കൂടാതെ വിശുദ്ധി എന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ വിശുദ്ധി എങ്ങനെ പാലിക്കണം എന്ന് പൂർണ്ണമായും ജ്ഞാനം കൊണ്ട് നിറയും എന്നതാണ് വാസ്തവം. ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. പല കുട്ടികളും കൗൺസിലിങ്ങിന് വരുമ്പോൾ ചോദിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ നന്നായി ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം? എല്ലാവരും ഇങ്ങനെയൊന്നും അല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ വിശുദ്ധിയുടെ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ജ്ഞാനത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വിശുദ്ധിയെ അജേയമായ പരിചയാക്കണം. ജ്ഞാനത്തിന്റെ ഫലമായിട്ടാണ് വിശുദ്ധിയുടെ പ്രതിഫലം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു പരിച പോലെ നമ്മുടെ ജീവിതത്തെ തന്നെ കാത്തുപരിപാലിക്കും. വിശുദ്ധിയാൽ വലയം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ദൈവത്തിന്റെ പ്രസാദവരം നിറഞ്ഞ വ്യക്തികളായി ജീവിതം മുഴുവൻ പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് വചനം പറയുന്നത്. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. രക്ഷയിലേക്കുള്ള വഴിയിലാണ് നമ്മെ വിശുദ്ധി കാത്തുപരിപാലിക്കുന്നത്, നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 34-ാം വചനം ഇങ്ങനെ പറയുന്നു: ആത്മാവിലും ശരീരത്തിലും നാം വിശുദ്ധി പാലിക്കണം. വചനത്തിന്റെ അന്തസത്ത ഇതാണ്: ആത്മീയമായ വിശുദ്ധിയുണ്ട്, ശാരീരികമായ വിശുദ്ധിയും ഉണ്ട്. 2 കൊരിന്തോസ് 1-ാം അധ്യായം 12-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടെയും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവ കൃപയാലാണ് സാധിച്ചത്. ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ് എന്നാണ് ഈ വചനം പറയുന്നത്. എന്നാൽ വിശുദ്ധിയോടെ സഞ്ചരിക്കുന്നവർക്ക് എന്നും പരമാർത്ഥതയോടെയും അഭിമാനത്തോടെയും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഉണ്ടാവുക. അത് തീർച്ചയായും ദൈവത്തിന്റെ മുമ്പിൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് പകർന്നു നൽകുക തന്നെ ചെയ്യും. 2 കൊരിന്തോസ് 7-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യും. നിത്യരക്ഷ എന്ന വാഗ്ദാനത്തിലേക്കുള്ള വഴിയാണ് വിശുദ്ധി എന്ന് നാം മനസ്സിലാക്കിയേ മതിയാകൂ. 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചിന്ത, കാഴ്ച, പ്രവൃത്തി ഈ മേഖലകളിലെല്ലാം വിശുദ്ധി പാലിക്കപ്പെട്ടാൽ ക്രിസ്തുവിന്റെ വഴിയിൽ നിന്ന് ഒരിക്കലും നാം വ്യതിചലിക്കപ്പെടുകയില്ല. ഏതെല്ലാം പ്രായത്തിൽ കൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും നാം കടന്നു പോയാലും ദൈവകൃപ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വചനം ഇങ്ങനെ പറയുന്നു: യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഏതെങ്കിലും കാരണവശാൽ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ച് പ്രസാദപരാവസ്ഥയിലേക്ക് കടന്ന് പുതിയ ഒരു മനുഷ്യരായി തീരാൻ ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധരെല്ലാം വിശുദ്ധിയിൽ കർത്താവിനോട് ഏറെ ചേർന്ന് നിന്ന് പോയവരാണ് എന്ന് അവരുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വീണ്ടും
1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കട്ടെ. ദൈവകൃപയുടെ ഏറ്റവും ഉന്നതമായ വഴിയിലൂടെ നടക്കുമ്പോൾ വിശുദ്ധരായി തീരാനായി, നിഷ്കളങ്കമായി നമ്മളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. 1 തിമോത്തി 2-ാം അധ്യായം 15-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾ വിശുദ്ധിയിൽ മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇത് പറയുകയാണ്. ചെറിയ കുട്ടികളെ വിശുദ്ധിയിൽ പരിപാലിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രധാനമായും അമ്മമാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഒരു അമ്മ, ഒരു സ്ത്രീ എത്ര വിശുദ്ധി പാലിക്കുന്നവളായിരിക്കണം എന്നതാണ് ഈ വചനം പറയുന്നത്. വിശുദ്ധിയിലൂടെ മുന്നേറുന്ന ഒരു അമ്മയുടെ മക്കൾ വിശുദ്ധിയിൽ തന്നെ മുന്നേറാനാണ് ഏറെ സാധ്യതകളുള്ളത്. കാരണം പ്രാർത്ഥനയും ദൈവവചനവുമുള്ള ഒരു കുടുംബത്തില് മക്കളും വിശുദ്ധരായിട്ട് വിശുദ്ധി പാലിക്കുന്നവരായി വളർന്നു വരുന്നത്, വിശുദ്ധിക്ക് മൂല്യം കൊടുക്കുന്നത് അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നു. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഓരോ മനുഷ്യരും ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു കാര്യം ഇത്തരണത്തിൽ ഓർമ്മ വരികയാണ്. ഒരു ഗുരുവിന്റെ അടുക്കൽ ശിഷ്യൻ കടന്നു ചെന്നപ്പോൾ അശുദ്ധി നിറഞ്ഞ വിചാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആ ഗുരു കുറച്ച് മഹത് വചനങ്ങളെല്ലാം ഉരുവിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു അല്പം ഓട്ടയുള്ള ഒരു പാത്രം, അരിപ്പ പോലത്തെ ഒരു പാത്രം കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ പോയി പല പ്രാവശ്യം ഈ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഗുരുവിന്റെ അടുക്കൽ വരാനായിട്ട് ഇദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. പല പ്രാവശ്യം പോയിട്ടും അരിപ്പ പോലെ തുളകളുള്ളതിനാൽ വെള്ളം മുഴുവൻ ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും വാർന്നു പോയിട്ടുണ്ടാവും. വളരെ കുറച്ച് അളവിൽ മാത്രം ജലം അതിൽ അവശേഷിക്കുന്നതായി കാണാൻ സാധിച്ചു. 10 പ്രാവശ്യത്തോളം ഇതേ പ്രവൃത്തി ആവർത്തിക്കപ്പെട്ടപ്പോൾ ശിഷ്യൻ ചോദിച്ചു: എന്തിനാണ് ഗുരു ഈ പാത്രം തന്ന് എന്നെ വിടുന്നത്? ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ ജലം മുഴുവൻ വാർന്നു പോയിട്ടുണ്ടാവും. ഗുരു പറഞ്ഞു: നീ ആ പാത്രത്തിലേക്ക് നോക്കുക, അത് കൂടുതൽ വൃത്തിയുള്ളതായി മാറിയത് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ? പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇപ്രകാരമാണ്. അശുദ്ധി നിറഞ്ഞ നമ്മുടെ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഏറെ ശുചീകരിക്കാനായിട്ട് ദൈവവചനവും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കുന്നു എന്നതിൽ സംശയമില്ല. നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവ പ്രാർത്ഥനയിലും ദൈവവചനത്താലും വിശുദ്ധീകരിക്കപ്പെടാനായി നാം ബോധപൂർവം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 1 തിമോത്തി 4:12 ഇങ്ങനെ പറയുന്നു: ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ചെറിയ പ്രായത്തിൽ തുടങ്ങി മരണം വരെ വിശുദ്ധി കാത്തുപാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളുടെ പേരില്, വിദ്യാഭ്യാസത്തിന്റെ പേരില്, വേറൊരു നാട്ടിലേക്ക് ചേക്കേറുന്നതിന്റെ പേരിലൊക്കെ വിശുദ്ധിയിൽ കോംപ്രമൈസ് വരുത്തുന്ന അനേകം വിദ്യാർത്ഥികൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. മക്കളുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ വേറെ രാജ്യങ്ങളിലിരുന്ന് വിഷമിച്ച് ഫോൺ ചെയ്യാറുണ്ട്. പക്ഷേ ലോകത്തിന്റെ ഏത് കോണിലായാലും കുടുംബപരമായി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുകയും വിശുദ്ധി എന്ന മൂല്യം കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവ മൂല്യത്തോടെ കാണുക തന്നെ ചെയ്യും. എന്തിൻ്റെ പേരിലായാലും
വിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാനായി നാം ഒരിക്കലും തുനിയരുത് എന്നതാണ് പ്രധാനം. ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും എല്ലാ കാര്യത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാൻ തക്ക രീതിയിലുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും കൂടുതൽ ഉണ്ടാവാൻ പ്രാർത്ഥനകളും ദൈവവചനവും സഹായിക്കും എന്നതിൽ സംശയമില്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല. പരിശുദ്ധനായ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മുടെ അവിശുദ്ധി ഒരിക്കലും കാരണമാകാതിരിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മെ കൊണ്ടാവും വിധം നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം വിശുദ്ധി നിറഞ്ഞതാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കാതിരിക്കട്ടെ. അതിനുള്ള അവസരങ്ങൾ നാം ഒഴിവാക്കുക തന്നെ വേണം. ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും കൗൺസിലിങ്ങിനായി വരുമ്പോൾ ഏറെ വിഷമിച്ച് കുറ്റബോധം വേട്ടയാടി എത്രയോ വർഷം വരെ അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് നേരിട്ടറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മക്കൾക്ക് വിശുദ്ധിയുടെ മൂല്യം പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾ അതിന് ഒരു മാതൃക ആവുകയും വേണം. തെറ്റിന്റെ സാഹചര്യങ്ങളിലേക്ക് സ്വയം കടന്നു പോകാനോ നമ്മുടെ മക്കളെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് തുറന്നു വിടാനോ നാം ഒരിക്കലും ശ്രമിക്കരുത്. പ്രാർത്ഥനയുടെ വലയത്തിൽ മക്കളെ വളർത്തുക എന്നതാണ് വിശുദ്ധിയിൽ അവർ മുന്നോട്ട് പോകാനുള്ള ഏക വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചെറിയ പ്രായത്തിൽ മുതൽ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളെല്ലാം മക്കളോട് പറയുന്നതിലൂടെ അവർ എത്രമാത്രം വിശുദ്ധിക്ക് മൂല്യം ഉള്ളതായി കണക്കാക്കിയിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ തീർച്ചയായും തിരിച്ചറിയും. അത് അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ചെയ്യും. ഒരു വചനം കൂടി നമുക്ക് കാണാം. 2 പത്രോസ് 3-ാം അധ്യായം 11-ാം തിരുവചനം. ഇതിൻ്റെ എല്ലാം സംക്ഷിപ്തമായ രൂപം ഇങ്ങനെ പോകുന്നു: ഈ ലോകത്തിലുള്ളതെല്ലാം, നമ്മുടെ വിദ്യാഭ്യാസമോ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഉയർന്ന സ്ഥാനമോ കുടുംബമഹിമയോ, ഇതെല്ലാം ഒരു ദിവസം കടന്നു പോകും. അപ്പോൾ ഈ വചനപ്രകാരം ഇതെല്ലാം നശ്വരമാക്കിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാൻ നിങ്ങൾ എത്രമാത്രം ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന കാര്യങ്ങൾക്കായി വിഷമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നതിന് പകരം നശ്വരമായ ഇവയിലെല്ലാം പ്രത്യാശ വയ്ക്കാതെ അനശ്വരമായ വിശുദ്ധിയിലും ദൈവഭക്തിയിലും ജീവിക്കാൻ ഈ വചനങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിലേക്കല്ല, ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് ഇവിടുന്ന് കടന്നു പോകേണ്ടവരല്ല നാം എന്ന് നമ്മോട് സംസാരിക്കുന്ന ജീവനുള്ള വചനങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോയത്. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്പം കൂടെ വിശുദ്ധിയിൽ ആഴപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധിയില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ശ്രവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും മക്കളും എല്ലാം മനസ്സിൽ വേദനിക്കുന്നവരാകാം, വിഷമിക്കുന്നവരാകാം. വിശുദ്ധിയില്ലാതെയുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതത്താല് ഏറെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരാകാം. നമുക്ക് നമ്മുടെ ഭാരവും ദുഃഖവും ഉത്കണ്ഠയും ആകുലതയും മക്കളുടെ വഴിവിട്ടുള്ള പോക്കും എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ. ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും വചന അടിസ്ഥാനമായ ഒരു ജീവിതത്തിലും നമുക്ക് കൂടുതൽ ആഴപ്പെടാൻ ശ്രമിക്കാം. കർത്താവിനെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ഭംഗിയായി നിറവേറ്റുമല്ലോ. ദൈവകൃപ, വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദൈവകൃപ ലഭിക്കാനായി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ,
ഞങ്ങളുടെ ശക്തനായ ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധനായ അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ആർക്കുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ വീഴ്ചകളും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയം വചനങ്ങളിലൂടെ വിശുദ്ധി എന്ന പുണ്യം അഭ്യസിക്കാനായി അങ്ങ് ഞങ്ങളോട് ഉത്ബോധിപ്പിക്കുകയായിരുന്നല്ലോ. ഈശോയെ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. ഈശോയെ, ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി കാത്തുപാലിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജീവിത സാഹചര്യങ്ങളാൽ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, വിശുദ്ധി പാലിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന മക്കളെ ഈശോയെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായി കർത്താവെ അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകാനും കർത്താവെ മക്കൾ വിശുദ്ധിയിൽ അഭ്യസിക്കപ്പെടുവാനും വേണ്ട കൃപയാലും അനുഗ്രഹത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ മൂല്യം തിരിച്ചറിയാത്തവരെല്ലാം കർത്താവെ അതിലേക്ക് തിരിച്ചറിവിലേക്ക് വരാനുള്ള ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ വിളനിലമായി വിളങ്ങിയിരിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, വിശുദ്ധിയുടെ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. കർത്താവിലേക്ക് വിശുദ്ധിയുടെ പാതയിലൂടെ അവരെ നയിക്കണമേ. പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും വിശുദ്ധിയിലും ആഴപ്പെട്ട ഒരു ജീവിതം അത് സ്വപ്നം കാണാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ട ദൈവകൃപ ലഭിക്കുന്നതിനായി അമ്മ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.